നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാജി ഈപ്പൻ. എന്നോടൊപ്പം ഇന്ന് വലിയൊരു കലാകാരനാണുള്ളത്, ശ്രീ തട്ടക്കുഴ രവി. ശ്രീ തട്ടക്കുഴ രവി ഒരു കാലത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന കഥാപ്രാസംഗികനായിരുന്നു, മികച്ച കവിയായിരുന്നു, മികച്ച പ്രഭാഷകനായിരുന്നു. ഒരേ സമയം 3 കലകൾ കൊണ്ട് അനുഗ്രഹീതനാണ് ശ്രീ തട്ടക്കുഴ രവി. ശ്രീ തട്ടക്കുഴ രവിയെ വർത്തമാനത്തിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാറേ, എൻ്റെ ആദ്യത്തെ ചോദ്യം, സാറ് ഒരു മികച്ച കഥികനായിരുന്നു. സാറന്ന് അവതരിപ്പിച്ച കഥകളൊക്കെ എന്ന് പറയുന്നത് ആളുകൾ ഹൃദയത്തിലേറ്റിയ, നെഞ്ചിലേറ്റിയ കഥകളാണ്. എല്ലാ ദിവസവും തന്നെ 70കളുടെ തുടക്കത്തിൽ, 70 മുതൽ 80കളുടെ മധ്യം, അല്ലേ, 80കളുടെ പകുതി വരെ സാറിൻ്റെ കഥകൾ, പ്രത്യേകിച്ച് ഈ ഇടുക്കി, കോട്ടയം, എല്ലാ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള കഥകൾ അവതരിപ്പിക്കുകയും ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുകയും ചെയ്ത ആളാണ് ശ്രീ തട്ടക്കുഴ രവി. എങ്ങനെയാണ് സാറ് ഈ കഥാപ്രസംഗത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? കഥാപ്രസംഗത്തിലേക്ക് ഞാൻ വളരെ ചെറുപ്പം മുതൽ സ്കൂളിലെ അധ്യാപകനായിരുന്ന കാലം മുതൽ തന്നെ ഒരു പ്രാസംഗികനായിരുന്നു. അപ്പോൾ ഈ പൊതുവേദികളിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ക്ഷേത്രത്തിൽ ഒരു സമ്മേളനം, ഒരു സാംസ്കാരിക സമ്മേളനത്തിന് പോയി. അതെവിടെയായിരുന്നു? അത് കോടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അന്ന് എനിക്ക് എന്നേക്കാൾ കൂടുതൽ മുതിർന്ന ഒരു സന്യാസി പ്രസംഗിക്കാനുണ്ടായിരുന്നു. ഈ സന്യാസി ആദ്യം പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മുതിർന്ന ഒരു ഹെഡ് വെയിറ്റോട് കൂടി അദ്ദേഹം ഓടി ഇരുന്നു. അപ്പം ഞാനൊരു കൊച്ചു പയ്യൻ, ഞാൻ വലിയ പ്രസംഗമൊന്നും നടത്തുകയല്ല എന്നുള്ള കണക്കൂട്ടിലിരുന്നു. പക്ഷേ ഞാൻ പ്രസംഗിച്ചപ്പോഴേ അതിനകത്ത് കൂടുതൽ കവിതകളും അതുപോലെ നല്ല സാഹിത്യ ഭാഷകളും ഒക്കെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ലയിക്കത്തക്ക വിധത്തിൽ ഒരു പ്രസംഗമായിരുന്നു. അപ്പോൾ ഈ പ്രസംഗം കേട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിയാൻ സമയത്ത് സ്വാമിജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ ജോലി എന്ന് ചോദിച്ചാൽ അധ്യാപകരാണെന്ന് പറഞ്ഞു. നിങ്ങളൊരു കഥാപ്രസംഗം പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഒരുപാട് ഷൈൻ ചെയ്യും, നന്നാവും നിങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഏത് വർഷമാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇത് ഏതാണ്ട് ഒരു 66-67 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു പ്രചോദനമായി മാറിയത് ആ സ്വാമിയായിരുന്നു. ആ സ്വാമിയെ പിന്നെ കണ്ടിട്ടുണ്ടോ? സ്വാമിയെ പിന്നെ കണ്ടിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഒരുപാട് അന്ന് തന്നെ കുറേ പ്രായം ചെന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വാമിയുടെ വാക്ക് കേട്ട് അതൊരു പ്രചോദനമായി മാറി. ഏത് വർഷമായിരുന്നു സാറ് കഥാപ്രസംഗത്തിലേക്ക് വന്നത്? 1974 ഞാൻ ആദ്യമായിട്ട് കഥാപ്രസംഗ രംഗത്തേക്ക് വരുന്നത്. ഏത് കഥയായിരുന്നു അത്? ആദ്യത്തെ കഥ ഒരു പുരാണ കഥയായിരുന്നു, രക്ഷയാഗം. അത് കഴിഞ്ഞപ്പോൾ ത്രിസന്ധ്യ, പിന്നീട് രക്തദാനം, അവസാനം ഗായത്രി. പിന്നെ വേറെ കഥകളൊക്കെ ഉണ്ടെങ്കിലും വളരെ പ്രധാനമായിട്ടുള്ള കഥകൾ ഈ 3-4 കഥകളാണ്. അതാണ് കൂടുതൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും കൂടുതൽ ഓടി. അപ്പോൾ 74 സാറ് കഥാപ്രസംഗ രംഗത്തേക്ക് വന്നിട്ട് ഈ പറഞ്ഞ പുരാണ കഥ അത് എത്ര വർഷം അവതരിപ്പിച്ചു? പുരാണ കഥ അങ്ങനെ ഒരുപാട് പറയാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മഹാക്ഷേത്രങ്ങൾ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പുരാണ കഥകൾ അവർ അത് മാത്രമേ കേൾക്കൂ. അതുകൊണ്ട് അങ്ങനെയുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. മറ്റ് പല സ്ഥലങ്ങളിലും സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും സാമൂഹിക കഥ മതി. അതുകൊണ്ട് അതധികം കൂടിയിട്ടില്ല. അപ്പോൾ പുരാണ കഥയുടെ ഒരു വിജയം എങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിൽ? പുരാണ കഥകൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ടുള്ള പങ്കാളിത്തമുള്ള കഥകളല്ലേ, ജനങ്ങളുമായിട്ട് ലയിച്ച് ചേരുന്ന കഥകളാണ്. അപ്പോൾ അവരുടെ സംഭവങ്ങളും അവരുടെ ചുറ്റുപാടുകളും അവരുടെ ദൈവങ്ങളും എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളു വരുന്നതുകൊണ്ട് അവരതിനകത്ത് പൂർണ്ണമായിട്ടും ലയിച്ചിരുന്നു. അങ്ങനെ ആദ്യത്തെ കഥ അങ്ങനെ പോയി. രണ്ടാമത്തെ കഥ ഏത് വർഷമാണ് വരുന്നത്? രണ്ടാമത്തെ കഥ അധികം താമസിയാതെ തന്നെ രണ്ടാമത്തെ കഥ 75. അത് ഏത് കഥയായിരുന്നു ആദ്യം വന്നത്? ഇതിന് ശേഷം വന്ന കഥ ഏതാണ്? അത് ആദ്യ ശേഷം വന്ന കഥ രക്തദാനം എന്ന് പറഞ്ഞ കഥ ഒരുപാട് ഓടിയ കഥയാണ്. ഒരുപാട് ഓടിയ കഥ. അത് മാത്രമല്ല, രക്തദാനം എന്ന് പറയുന്ന കഥ ഹൃദയസ്പർശിയായ, മനുഷ്യഗന്ധിയായ, ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയായിരുന്നു. അതിൻ്റെ ആ ഒരു കഥയുടെ സാരം ചുരുക്കി ഒന്ന് പ്രേക്ഷകരോട് പറയാം. കഥ ഒരു കുടുംബത്തിൽ അച്ഛനില്ല, മുത്തച്ഛനും അമ്മൂമ്മയും മാത്രം. അവരുടെ കൂടുതൽ മകൻ, അവൻ വളരെ പാടുപെട്ട് വളരെ വിഷമം ദാരിദ്ര്യം പിടിച്ചൊരു വീടായിരുന്നു. ആ കുടുംബത്തിൽ നിന്നും അവന് കുടുംബം രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവന് ഒരു ജോലി അന്വേഷിച്ച് ബോംബെ നഗരത്തിലേക്ക് പോവുക. ബോംബെക്ക് പോയി.
ബോംബെക്ക് പോയി. അവിടെ ചെന്നാൽ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അതായത് അച്ഛനില്ല, മുത്തച്ഛനും മുത്തശ്ശിയും ഉള്ളൂ. അമ്മാവനും അമ്മാവനമ്മ അത്ര പ്രസക്തമല്ല. അല്ല. അവിടെ ചെന്ന് പല സ്ഥലങ്ങളിലും മുട്ടി നോക്കി. എല്ലായിടത്തും നോ വേക്കൻസി എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചില ഓഫീസുകളുടെ വാതുക്കൽ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നോ വേക്കൻസി. അവൻ കണ്ണൻ എന്നായിരുന്നു അവൻ്റെ പേര്. അവനത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല, ജീവിക്കാൻ പറ്റിയില്ല. അപ്പം വീട്ടിൽ നിന്ന് പോന്നിട്ട് 1 മാസമായി. അപ്പം കത്തയക്കുന്ന കൂട്ടത്തിൽ മുത്തച്ഛനും മുത്തശ്ശിക്ക് എഴുതുമായിരുന്നു, എനിക്ക് ജോലിയുണ്ട്, ജോലി കിട്ടി, ഞാനിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു, മാസം തോറും കിട്ടുന്ന ശമ്പളത്തിൽ ഒരു പങ്ക് അങ്ങോട്ട് അയച്ചു തരാം. ഇവിടെ ബുദ്ധിമുട്ടാണ്, വളരെ വിഷമം. ഈ പൈസ കിട്ടിയെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവനവിടെ നിന്ന് 1 മാസം തികഞ്ഞു കഴിഞ്ഞപ്പോഴും പൈസ കൊടുക്കാനില്ല. അപ്പോൾ പല രീതിയും ആലോചിച്ച് നോക്കിയിട്ട് ഒന്നും മാർഗവും കിട്ടിയില്ല. അങ്ങനെ നടന്ന് ചെന്നപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ വാതുക്കൽ രക്തബാങ്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കടൻ അങ്ങോട്ടേ നീങ്ങി. അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതവിടെ ബ്ലഡ് കൊടുക്കുന്ന സ്ഥലമാണ്. ആരോ പറഞ്ഞു അവിടെ കൊടുത്താൽ അതിൻ്റെ പൈസ കിട്ടും. ബ്ലഡ് കൊടുത്താൽ അവർ വളരെ സന്തോഷമായി. അവർ ഓടി ചെന്ന് എൻ്റെ ബ്ലഡ് എടുക്കണം എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനായിരുന്നു, അത്യാവശ്യം ആരോഗ്യം ഉണ്ടായിരുന്നുകൊണ്ട് അവൻ്റെ ബ്ലഡ് എടുത്തു. ആദ്യത്തെ തുക മുഴുവനും തന്നെ അവൻ മാമനും മുത്തശ്ശിക്കും അയക്കുവാണ്. എന്നിട്ട് ആ കത്തിൻ്റെ കൂട്ടത്തിൽ അന്ന് കൂടുതലും ഇന്നത്തെ മാതിരി മറ്റ് ബാങ്ക് സംവിധാനങ്ങളൊന്നുമില്ല, മണി ഓർഡർ ചെയ്യുക ഒക്കെയാണ്. അതിൻ്റെ അടിയിൽ അവർ എന്നും എഴുതി വെക്കാം, എഴുതാനുള്ളൊരു കോളമുണ്ട് താഴെ, ആ കോറത്തിൻ്റെ അടിയിൽ. അതിന് താഴെ അവൻ എഴുതി വെച്ചിരുന്നു, മുത്തശ്ശിക്കൊരു കുഞ്ഞുമ്മ, എൻ്റെ മാമനു പഞ്ചാരയുമ്മ, മിഠായി തന്നാൽ 100 ഉമ്മ, മിണ്ടാതിരുന്നാൽ ഇല്ലുമ്മ, ആന കളിക്കാം അമ്മാവരെന്നാൽ 1000 ഉമ്മ തരാം, ഓല പിപി മുത്തശ്ശി തന്നാൽ ഒത്തിരി ഉമ്മ തരാം, ഒത്തിരി ഉമ്മ തരാം. ആ പാട്ട്, എനിക്ക് തോന്നുന്ന ആ രക്തദാനം എന്ന് പറയുന്ന കഥാപ്രസംഗത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ആ പാട്ടിലായിരുന്നു. ആ പാട്ട് ഈ ശ്രോതാക്കൾ പലപ്പോഴും ഉരുവിട്ടോട്ട് നമ്മളെയൊക്കെ കാണുമ്പോൾ പോകുന്ന വഴിയോ കാണുമ്പോൾ ഈ പാട്ട് പാടും. കാണാതെ പഠിക്കുന്ന റേഡിയോയിൽ കേൾക്കുന്ന ഒരു പാട്ടായിരുന്നില്ല അത്. ഹൃദയസ്പർശിയായിട്ട്. അതായത് ഇത് ആ കഥയുടെ അവസാനം എങ്ങനെയായിരുന്നു അത് സംഭവിക്കുക? അത് ട്രാജഡി ആണെന്നല്ലോ അല്ലേ? കഥയുടെ അവസാനം എന്ന് പറയുന്നത് അവൻ അവസാനം ഈ ബ്ലഡ് എല്ലാ മാസവും ഇങ്ങനെ ബ്ലഡ് കൊടുക്കും, ജോലിയില്ല. അങ്ങനെ അവസാനം ആയപ്പോഴത്തേക്ക് അവൻ്റെ ശരീരമൊക്കെ മെലിഞ്ഞു, ആരോഗ്യമില്ല, അവനൊരു രോഗി പോലെയായി മാറി. അവസാനം മുത്തശ്ശിക്കും അവനും പണം അയച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ടും പണത്തിന് മാർഗമില്ല. അവസാനം അവൻ വീണ്ടും മറ്റു മാർഗമില്ലാതെ ഈ ബ്ലഡ് ബാങ്കിൻ്റെ മുമ്പിലേക്ക് ചെല്ലുവാണ്. ബ്ലഡ് ബാങ്കിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, ഇനി നിന്റെ ശരീരത്തിൽ നിന്ന് 1 തുള്ളി രക്തം പോലും എടുക്കാൻ പറ്റില്ല, നീ അത്രയ്ക്ക് ക്ഷീണിതനാണ്, അനാരോഗ്യവാനാണ്, അതുകൊണ്ട് നിന്റെ ശരീരത്തിന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ച് ദുഃഖിച്ച് വെച്ചാണ് പുറകെ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാണ്, അക്ഷയപാത്രമായി തീരണേയെന്നുമൻ രക്തധമനികൾ തമ്പുരാനേ, രക്ഷയില്ലെങ്കിൽ തെണ്ടികളാമെൻ്റെ രക്ഷിതാക്കൾക്കിന്നും തമ്പുരാനേ. അവസാനം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പറയുന്നു, എഴുന്നേൽക്കാൻ പറ്റും, ഒരു തരത്തിലും അവനോട് മാറിപ്പോകുന്നില്ല. ഉടനെ അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ രക്തം എടുക്കണം, സാധ്യമല്ല, ഇനി 1 തുള്ളി രക്തം എടുത്താൽ നീ മരിച്ചു വീഴും. അയ്യോ, അവന് വളരെ സന്തോഷമായി. മരിച്ചു വീഴുമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ആ എടുക്കുന്ന രക്തത്തിൻ്റെ പൈസയും എൻ്റെ ശരീരം അവിടുത്തെ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കൊടുക്കണം, അതിൻ്റെ കാശും കൂടെ കൂട്ടി ഈ അഡ്രസ്സിൽ എൻ്റെ മാമനും മുത്തശ്ശിക്കും അയച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പോഴും അവൻ്റെ ആഗ്രഹം മുഴുവൻ മുത്തശ്ശനും മാമനും പൈസ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അങ്ങനെ തീരുന്ന കഥ. അങ്ങനെ കഥ തീരുകയാണ്. ഇത് ആരെഴുതിയ കഥയാണ് രക്തദാനം? ഇത് KKG നായർ എന്ന് പറഞ്ഞ ഈ കോട്ടയത്തുള്ള ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്, മലയാള അധ്യാപകനാണ്. നല്ല കഥ എഴുതുന്ന ആളാണ്. ഗായത്രി, അത് ജീവിച്ചിരിപ്പില്ല. ഈ 3 കഥകൾ, ഇപ്പം ത്രിസന്ധ്യ, ഗായത്രി, രക്തദാനം, ഇതാണ് സാറ് അവതരിപ്പിച്ച 10-12 കഥകളിൽ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്നത്. മികച്ച കഥ എന്ന് പറയുന്നത് രക്തദാനം തന്നെ. രക്തദാനം ഏറ്റവും മികച്ചതാണ് രക്തദാനം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച കഥ ഏതാണ്? ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച ഗായത്രിയാണ്.
ഗായത്രിയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ ഗായത്രിയാണ് കൂടുതൽ സ്റ്റേജുകൾ അവതരിപ്പിച്ചത്. പക്ഷേ ഏറ്റവും നല്ല മികച്ച കഥ എന്ന് പറയുന്നത് രക്തദാനം. രക്തദാനം തന്നെയാണ്. അത് രക്തദാനം തന്നെയാണ്. ഞാൻ അടുത്ത ചോദ്യം എൻ്റെ ഈ ആ കാലത്ത് ഒരുപാട് ഗാതികമാരുണ്ടായിരുന്നു. സാംബശിവനുണ്ട്, കിടാമംഗലമുണ്ട്, ബാബു കുമ്പനാടനുണ്ട്, കൊല്ലം ബാബു ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗാതികർ അക്കാലത്ത്. അതിൽ ശ്രീ തട്ടക്കുഴ രവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാതികനാരാണ്? ഇഷ്ടപ്പെട്ട ഗാതികൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം ഗുരുവായിട്ടുള്ള സാക്ഷാ സാംബശിവൻ തന്നെ. സാംബശിവനാണ് എൻ്റെ കുലപതി. അത് അങ്ങനെയാണല്ലോ, തീർച്ചയായിട്ടും. അദ്ദേഹമാണ് ആദ്യത്തെ ഗാധികനും പേരെടുത്തിയ ആളും. നല്ല ഒന്നാന്തരം കഥകളൊക്കെ അവതരിപ്പിക്കുകയും വെറൈറ്റി എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ കൊള്ളാവുന്നൊരു വലിയ ഗാധികൻ അദ്ദേഹമാണ്. അങ്ങനെ കഴിഞ്ഞ് മറ്റൊരാളില്ല. ഈ സാംബശിവൻ 1949 കഥാപ്രസംഗമായിട്ട് രംഗത്ത് വരുന്നത്. 1949 വി സാംബശിവൻ അവതരിപ്പിച്ച കഥ ചങ്ങമ്പുഴയുടെ ദേവതയാണ്. ദേവതയാണ് ആദ്യത്തെ കഥ. അതിനുശേഷം 53 സാമ്പനാക്കിയ വി സാംബശിവനെ സാംബശിവനാക്കി മാറ്റിയ വയലാറിൻ്റെ ആയിഷയാണ് 1953 സാമ്പൻ അവതരിപ്പിക്കുന്നത്. ആയിഷ എന്ന് പറയുന്ന വയലാറിൻ്റെ ഖണ്ഡകാവ്യമാണ്. വയലാർ കാവ്യം എഴുതുന്നത് 1952 ഇന്നും പ്രസക്തമാണ് കഥ. ആയിഷയുടെ കഥ, ആയിഷയുടെ ഉള്ളടക്കം, ആയിഷയുടെ തീം, ആയിഷയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഇന്നും പ്രസക്തമാണ്. അതിനുശേഷം മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് നോവലുകൾ സാമ്പൻ കഥാപ്രസംഗമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മലയാറ്റൂർ രാമകൃഷ്ണൻ യന്ത്രം കഥാപ്രസംഗമാക്കിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ കാക്കത്തമ്പുരാട്ടി, ചെറുകാടിൻ ദേവലോകം, അതുപോലെ എസ്കപ്പറ്റക്കാടിൻ്റെ പുള്ളിമാൻ, ഇതെല്ലാം മലയാളത്തിൽ കഥാപ്രസംഗം ആക്കിയിട്ടുള്ള ആളാണ് സാംബശിവൻ. അങ്ങനെ മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള പ്രധാന കൃതികളിൽ പ്രധാനം ആയിട്ടുള്ളതെല്ലാം സാമ്പൻ കഥയാക്കി മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മലയാളികൾക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ് സാമ്പിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, ബിമൽ മിത്രയുടെ ബംഗാളി നോവൽ, ബംഗാളി സാഹിത്യകാരൻ്റെ 4-5 കഥ, പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം 20-ാം നൂറ്റാണ്ട് വാങ്ങാം, ഇതെല്ലാം ബിമൽ മിത്രയുടെയാണ്. ആ വിശ്വസാഹിത്യത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് സാംബശിവനാണ്. ടോൾസ്റ്റോയിയുടെ അന്നാ കരേനീന, ദസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും, അതേപോലെ തന്നെ ദസ്തോവ്സ്കിയുടെ വേറൊന്നുണ്ട് ബ്രദേഴ്സ് കർമസോവ്, മിഗാൽ ഷോളോക്കോവിൻ്റെ ഡോൺ ശാന്തമായി ഒഴുകുന്നു, അതുപോലെ പേളസ്ബെക്കിൻ്റെ ദി ഗുഡ് എർത്ത്, നല്ല ഭൂമി, അങ്ങനെ എത്രയോ കഥകളെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് സാമ്പൻ്റെ ഷേക്സ്പിയറുടെ ഒഥല്ലോയാണ്. ഒരുപാട് ഓടി കഥയാണ്. ഷേക്സ്പിയറുടെ ഒഥല്ലോ ഇത്ര മനോഹരമാക്കി, അതുപോലെ തന്നെ വയലാറിൻ്റെ ആയിഷ ഇത്ര മനോഹരമാക്കി. വയലാറിനേക്കാൾ ഒരിക്കൽ വയലാർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സാമ്പനോട് പറഞ്ഞു എന്ന് പറയുന്നു, എൻ്റെ ആയിഷ. ആയിഷ കേട്ടതിന് ശേഷം പറയുകയാണ്, ചേർത്തല വെച്ചാണെന്ന് തോന്നുന്നു, എൻ്റെ ആയിഷ ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അത്ര കഥാപ്രസംഗത്തിൽ കുലപതി എന്ന് പറയാവുന്ന ആളായിരുന്നു സാംബശിവൻ. സംശയമൊന്നും വേണ്ട. എൻ്റെ അടുത്ത ചോദ്യം, സാറ് നല്ലൊരു കവിയാണ്. കവിയാണ്, കവിത എഴുതാറുണ്ട്. എത്ര കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? ഞാൻ എഴുതിയിരിക്കുന്ന കവിതകൾ കൂടുതലും കുട്ടിക്കഥകളാണ്. കുട്ടിക്കവിതകൾ 1958 SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതൽ ഞാൻ കവിത എഴുതാൻ തുടങ്ങി. മാടപ്രാവെന്ന് പറഞ്ഞാണ് ആദ്യത്തെ ഒരു കവിത. അങ്ങനെ തുടർന്ന് കവിത എഴുതും. എല്ലാ മാസത്തിലും കവിത എഴുതുക എന്നൊരു നിർബന്ധക്കാരനായിരുന്നു. അങ്ങനെ എഴുതി കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒന്ന് വെളിച്ചം കാണണം. അങ്ങനെ ഞാൻ പല പത്രങ്ങളിലും മാസികകളിലും വാരികളിലൊക്കെ അയച്ചു കഴിയുമ്പോൾ അതിൽ മിക്കവാറും ഒക്കെ അത് തിരിച്ചു വരും. തിരിച്ചു വരുന്നത് നിങ്ങളുടെ പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതുകൊണ്ട് തിരിച്ചു വിടുന്നു. ആ ഒരു കുറിപ്പും കൂടി ഉണ്ടാവും. അതിൻ്റെ കാരണം തിരിച്ചയക്കുന്നതിൻ്റെ. അപ്പോഴും ഞാൻ അതിനന്ന് പുറകോട്ട് പോയില്ല, ഞാൻ വീണ്ടും അയച്ചു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ഇതിനൊരു സൗകര്യം ഒരുക്കി തരുന്നത് ദീപികയാണ്. കുട്ടികളുടെ ദീപികയ്ക്കകത്ത് എൻ്റെ ആദ്യത്തെ കവിത. സാറിന് അത്ര വയസ്സുണ്ട് പ്രായം എന്നാ ഈ കവിത ആദ്യമായി ദീപികയെ പ്രസിദ്ധീകരിച്ചു? അത് എഴുതപ്പെടുന്നത് പറഞ്ഞില്ലേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരു 15-16 വയസ്സ്, അത്രേ ഉള്ളൂ. അന്ന് എനിക്ക് ഈ കലയോട് ഭയങ്കര തീവ്രമായ സ്നേഹമായിരുന്നു. അപ്പം ആ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന കവിത ദീപികയിലാണ്. ദീപികയാണ്. എന്തായിരുന്നു ആ കവിതയുടെ പേര്?
എന്തോ ആ കവിതയുടെ പേര് ഓർമ്മയുണ്ടോ? കവിതയുടെ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഒരുപാട് കുട്ടിക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നല്ല ശതമാനവും പ്രസിദ്ധീകരിച്ചു. എത്ര കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതുവരെ? ഓരോ 10-50 കവിതകൾ 50ഓളം കവിതകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്രമാസികകളിലൂടെ വാരികകളായിരുന്നു. വാരികളുടെ ആ വാരികളിലൂടെയും മറ്റ് മാസികകളിലൂടെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രസിദ്ധീകരിച്ച കവിതകളെല്ലാം കൂടെ കൂടിയാണ് ഞാൻ 1900 ആലിപ്പഴം എന്ന പേരിൽ ഒരു ആലിപ്പഴം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം അതിനകത്ത് എത്ര കവിത ഉണ്ടായിരുന്നു? ആലിപ്പഴം എന്ന പരിപാടി അടക്കിയ കവിത 1970 പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് കവിത എത്ര ഉണ്ടായിരുന്നു? എൻ്റെ ചോദ്യം. കവിത ഒരു 12 കവിതകൾ, 12 പ്രധാനപ്പെട്ട കവിതകളുടെ ഒരു സമാഹാരമായിരുന്നു. അത് ആ കവിതകളെല്ലാം പ്രസിദ്ധീകരിച്ചതായിരുന്നു. പ്രസിദ്ധീകരിച്ച കവിത നമ്മൾ സമാഹാരമാക്കി ഒരു ബുക്കായി പ്രസിദ്ധീകരിച്ചു. ആ ബുക്കാക്കി പ്രസിദ്ധീകരിച്ച് അങ്ങനെ ഒരു പുസ്തകം മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ആലിപ്പഴമാണത്. അത്ര മാത്രമേ. പിന്നെ കവിതകൾ ഇഷ്ടംപോലെ എഴുതാറുണ്ട്. ആനുകാലികമായി അവിടെ ദീപിക, ജനയുഗം പോലുള്ള വാരികകളിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഈ നാടകങ്ങൾക്ക് അന്ന് നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് നാടകങ്ങളൊന്നും അവർക്കൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് കവിതകളൊക്കെ എഴുതാറുണ്ട്. ചിലർക്ക് പ്രാർത്ഥനാഗാനങ്ങൾ എഴുതി കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാഗാനങ്ങളിൽ ഞാനൊരു ഗാനം കേട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ NSS UP സ്കൂളിൽ അത് പഠിക്കുമ്പോൾ പാട്ടുണ്ട്. അതിപ്പോഴും ആ പ്രാർത്ഥനാഗാനം തന്നെയാണ് അവിടെ ആലോചിക്കുന്നത്. പക്ഷെ രസമതല്ല, അതിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ വീടെന്ന് പറയുന്ന സ്കൂളിന് വളരെ അടുത്താണല്ലോ. രവി സാറിന് അറിയാം, വളരെ അടുത്താണ് എൻ്റെ വീട്. ഈ രാവിലെ കുട്ടികൾ ഇത് ചൊല്ലുമ്പോൾ ആ പാട്ട് സാറ്, ആ പ്രാർത്ഥനാഗാനം സാറ് എഴുതിയത് അന്ന് 1969 ഇറങ്ങിയ യക്ഷി എന്ന് പറയുന്ന സിനിമയിൽ വയലാർ എഴുതി ദേവരാൻ ട്യൂൺ ചെയ്ത് സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന ആ ട്യൂണിലാണ്. ആ ദേവരാൻ മാഷ് അത് അന്ന് വയലാറിൻ്റെ ആ ഗാനം ചിട്ടപ്പെടുത്തിയത് കല്യാണി രാഗത്തിലാണ്. അതേ കല്യാണി രാഗത്തിൽ സാറ് അതേ ട്യൂണിൽ ഒരുപക്ഷെ വയലാർ എഴുതിയതിനേക്കാൾ ഭംഗിയായിട്ട് വിദ്യ തേടി ഞങ്ങൾ എത്തുന്നു നിത്യം ഈ പാഠശാലയിൽ എന്ന് തുടങ്ങുന്ന ആ പാട്ട് ഇന്നും രാവിലെ കുട്ടികൾ അതേ രാഗത്തിൽ അതേ ട്യൂണിൽ പാടുന്നത് ഇന്ന് എൻ്റെ ഓർമ്മയുണ്ട്. അങ്ങനെയാണ് സാറ് വാസ്തവത്തിൽ വലിയൊരു എഴുത്തുകാരനാണല്ലോ, കവിത എഴുതുന്ന ആളാണല്ലോ എന്നൊരു ചിന്തയൊക്കെ അക്കാലത്തിൽ എനിക്ക്, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് തോന്നിയത് അങ്ങനെയാണ്. എന്തായാലും ഒരുപാട് കവിതകൾ സാറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പുസ്തകമായിട്ട് ഒരു പുസ്തകം ആലിപ്പഴമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സാറിൻ്റെ കീർത്തി നാട്ടിലും അവിടെ എവിടെയൊക്കെ ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. സാറിൻ്റെ മൂന്നാമത്തെ ഒരു സാറിൽ ജീവിച്ചിരിക്കുന്ന ഒരു കലാകാരൻ എന്ന് പറയുന്നത് സാറ് മികവുറ്റൊരു പ്രഭാഷകനാണ്. പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ അവിടെയുള്ള അമ്പലങ്ങളിൽ അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്തൊക്കെ സാറായിരുന്നു. തട്ടക്കര രവിയായിരുന്നു ഉദ്ഘാടകൻ. തട്ടക്കര രവിയായിരുന്നു ഉദ്ഘാടകൻ എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് സാർ ഉദ്ഘാടനം, ഒരു അന്നത്തെ കാലത്ത് നോട്ടീസ് ഇറങ്ങും ഞാൻ ഓർക്കുന്നുണ്ട്. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടകൻ ശ്രീ തട്ടക്കര രവി. ഈ പ്രഭാഷണ കലയിൽ നിങ്ങൾ ഏറ്റവും നല്ല പ്രഭാഷണം നടത്തിയിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു വിഷയം ഏതായിരുന്നു പറയാൻ പറ്റും? ഏറ്റവും നല്ല ഒരു വിഷയം ഒരു മനസ്സിൽ തോന്നിയിട്ട് ഉള്ള ഏത് സ്ഥലത്തായിരുന്നു നന്നായിട്ട് ഒന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള? ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ക്ലബിൻ്റെ വാർഷികമായിരുന്നു. അത് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചീനിക്കുഴി എടുത്താണ്. അവിടെ നല്ലൊരു പ്രസംഗം, നല്ല ജനമായിരുന്നു. ശരി. അപ്പോൾ ഒരു ഓണത്തോടനുബന്ധിച്ചായിരുന്നു. ഓണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഓണം ഉണ്ടായി, മഹാബലിയുടെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ടങ്ങ് അവതരിപ്പിച്ചു. അത് നല്ല ഇടയ്ക്കിടയ്ക്കെല്ലാം കവിതകൾ, ആ ഓണം വരുന്നതും ആ മഹാബലി വരുന്നതും അമ്മമാരുടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൂ. തത്തയ്ക്കു പോയില്ല, നേന്ത്രയ്ക്ക വാങ്ങിയില്ല, എന്തെൻ്റെ മാവേലി ഓണം വന്നു. അപ്പോൾ അമ്മമാരുടെ തിരക്ക ജനത്തെ കൈയെടുക്കുന്ന അതൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കുണ്ട് നമ്മളിലേക്ക് ലയിക്കും. അപ്പോൾ അവർ ടെൻഷൻ മാറുന്നു എന്ന് കഴിയുമ്പോൾ ഉടനെ തന്നെ വേറെ ഒരു പാട്ടോ ഒരു കഥയോ എന്തെങ്കിലും. അതായത് ജനങ്ങളുടെ, നമ്മുടെ കേൾവിക്കാരുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രസംഗിക്കറിയാം. അതായിരുന്നു സാറിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ വിജയം. സൈക്കോളജിക്കലായിട്ടായിരുന്നു പ്രസംഗം നടത്തിക്കൊണ്ടത്. കാരണം അവരുടെ അത് കഥാപ്രസംഗം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ആ കഥയിൽ നിന്നും അല്പം മാറിപ്പോകുന്നു എന്ന് കണ്ടാൽ ഉടൻ തന്നെ ഒരു ചെറിയ വിറ്റ് കൊടുക്കും. ഒരു വിറ്റിടും ഒരു നർമ്മം, ഒരു തമാശ. ആ തമാശ ഇട്ട് കഴിയുമ്പോൾ അവർ വളർന്നു വരും. ഉടനെ കഥ തുടങ്ങും.
അതാണ് മനഃശാസ്ത്രം. ഞാൻ ചോദിക്കട്ടെ, സാറിന് കേരളത്തിൽ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയേതര പ്രസംഗം, രാഷ്ട്രീയ പ്രസംഗമല്ല, രാഷ്ട്രീയേതര പ്രസംഗത്തിൽ സാറ് കേട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രസംഗം? രാഷ്ട്രീയേതര പ്രസംഗത്തിൽ ഞാൻ ഏറ്റവും കേട്ടിട്ടുള്ളത് എം പി മൻമോഹൻ്റെ പ്രസംഗം. ആരും കേട്ടിരിക്കും. എം പി മൻമോഹൻ്റെ പ്രസംഗം ആരും കേട്ടിരിക്കും. ഈടിറ്റ പ്രസംഗമാണ്. അത് വളരെ ലളിതമാണ്, സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസംഗം. വൈക്കം ചന്ദ്രശേഖരൻ നായർ എടുത്ത പ്രസംഗം നല്ല പ്രസംഗനാണ്. വൈക്കം ചന്ദ്രശേഖരൻ നായർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, അതുപോലെ മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി മാഷ്, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട്. സുമാർ അഴീക്കോട്. നമ്മുടെ രാഷ്ട്രീയത പ്രസംഗത്തിലാണ് ഏറ്റവും നല്ല പ്രസംഗം, ഏറ്റവും നല്ല ഒരു വിഷയം 10 വേദികളിൽ 10 രീതി പ്രസംഗിക്കുന്നവരെ ഇവര്. ഒരേ രീതിയിലല്ല, ഒരു വിഷയം 10 വേദികളിൽ 10 രീതി പ്രസംഗിക്കും. വിഷയം ഒന്നാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളാണ് ശ്രീ തട്ടക്കുഴ രവി എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. പാണ്ഡിത്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മൾ വായിക്കണം, നന്നായിട്ട് വായിക്കുമായിരുന്നു. ഞാൻ ആ ലൈബ്രറിക്കകത്തുണ്ടായിരുന്ന പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുമായിരുന്നു. സാറ് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ, മലയാള എഴുത്തുകാരൻ ആരാണ്? നോവലിൽ മുകുന്ദനൊക്കെ കൊള്ളാം. പിന്നെ എം ഡി വാസുദേവൻ നായർ. ഏറ്റവും ഭാവനാണല്ലോ. എസ് കെ പൊറ്റക്കാട് അത് യാത്രാ വിവരണം. ആ ഒരു രംഗത്ത് അങ്ങനെ അവരെല്ലാം നല്ല മിടുക്കരാണ്. കവിതകളുടെ കാര്യത്തിലാണെങ്കിൽ തട്ടക്കുഴയിൽ ഒരു നല്ല പ്രശസ്തമായിട്ടുള്ള ലൈബ്രറി ഉണ്ട്, മഹാത്മാ ലൈബ്രറി. ആ മഹാത്മാ ലൈബ്രറി അവരെ കൊണ്ടുവരുന്നതിനും അത് ആ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും സാറിന് വലിയ പങ്കുണ്ടോ? ഒരുപാട് പങ്കുണ്ട്. അതിപ്പോൾ ഇന്നവിടെ ഇരിക്കുന്ന ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു. ഇന്നവിടെ ഇരിക്കുന്ന കെട്ടിടം എന്ന് പറയുന്നത് പോലും ഞാൻ എൻ്റെ നേതൃത്വത്തിൽ പണിയിപ്പിച്ചതാണ്. പടമുടക്കല്ല. അത് റോയ് കെ പൗലോസ് ഉടുമ്പൻ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഈ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക വകുപ്പിൻ്റെ കൺവീനറായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ ഈ ലൈബ്രറി പോവുകയാണല്ലോ, ഇത് നല്ലൊരു പ്രസ്ഥാനമല്ലേ, ഇത് നമുക്ക് ചെയ്തില്ലെങ്കിൽ ഒരു മാസത്തിനും പോകും ഇത്. അപ്പം പുള്ളി നമ്മുടെ ഞാൻ പഠിപ്പിച്ച ഒരാളുമാണ് തന്നെ. നമ്മളോട് ഇത്ര ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു മനുഷ്യനായത് സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യം സാറത് പഠിപ്പിച്ചു. 1,00,000 രൂപ അനുവദിച്ചു പഞ്ചായത്ത്. അപ്പോൾ ഈ കലാ സാഹിത്യ രംഗങ്ങൾക്ക് മുടക്കാൻ വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്. 1,00,000 രൂപ അനുവദിച്ചു. ആ 1,00,000 രൂപ കൊണ്ട് പറഞ്ഞ കെട്ടിടത്തിലായിപ്പോയിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സെക്രട്ടറി, കമ്മിറ്റി, പ്രസിഡന്റ് എല്ലാമായിട്ട് തുടക്കം മുതൽ തന്നെ ഞങ്ങളൊക്കെ അതിൻ്റെ ആളുകളായിരുന്നു. ഇപ്പോഴൊന്നുമല്ല. അടുത്തൊരു ചോദ്യം, സാറിൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവം, ഒരു സംഭവം, ഇപ്പോഴും മനസ്സിനെ എന്താ പറയുന്നത് സന്തോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്നത് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം. അങ്ങനെ പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന ഒന്നുകിൽ കഥാപ്രസംഗ രംഗത്താവാം, അല്ലെങ്കിൽ പ്രഭാഷണ രംഗത്താവാം, അല്ലെങ്കിൽ അധ്യാപന രംഗത്ത്. നല്ലൊരു അധ്യാപനമായിരുന്നല്ലോ, ദീർഘകാലം 32 വർഷത്തോളം ഒരു സ്കൂളിൽ അധ്യാപനമായിരുന്നു. ഈ ജീവിത കാലഘട്ടത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊന്ന് പ്രേക്ഷകരോട് പറയാം. മനസ്സിന് വിഷമിച്ചത് സന്തോഷിപ്പിച്ചത് എന്തോ ആയിട്ട് ഒരു സംഭവം നമുക്ക് എൻ്റെ മനസ്സിനെ ഒരു അലട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെ ആവാമായിരുന്നു എന്നൊക്കെ തോന്നിച്ച ചില സംഭവം ഉണ്ടാവും. ഏത് ആൾക്കും അവരുടെ റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നാവുന്ന സംഭവം അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ. അത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു പയ്യനുണ്ടായിരുന്നു, 10-12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി. മിടുക്കനായിരുന്നു. ക്ലാസ്സിൽ ഏത് കാര്യം ചോദിച്ചാലും പറയും. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കൻ, കലാപരമായിട്ട് കായികപരമായിട്ട് എല്ലാവരും അതിമിടുക്കനായിട്ടിരുന്നൊരു കുട്ടി. ആ കുട്ടി ഒരു ദിവസം ഒരു പട്ടി കടിക്കുവാണ്. പട്ടി കടിച്ചപ്പോൾ സാധാരണഗതിയിൽ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അതിനെ ട്രീറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതൊരു പേപ്പട്ടിയായിരുന്നു. ആ കുട്ടിക്ക് മരുന്നൊക്കെ വാങ്ങി ആശുപത്രിയിൽ കിടത്തി ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിലും പ്രയോജനപ്പെട്ടില്ല, മരിച്ചുപോയി. ആ കുട്ടിക്ക് പേയളയി, മരിച്ചു പോകാൻ പെട്ട സാരമില്ല, അതൊരു പേയളയി. അതിന്നും ജീവിതത്തിൽ ദുഃഖമായി, ജീവിതത്തിൽ ദുഃഖമാണ്. ആ കുഞ്ഞ് എന്നിട്ട് ഞങ്ങൾ അവനെ കാണാൻ, അവന് വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത് ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്, അകത്തിട്ട് പൂട്ടിയിരിക്കുക. അച്ഛനും അമ്മയും പുറത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിയ്ക്കുന്നു. ഇവൻ അതിനകത്ത് ചാടിക്കയറി ജനലിൽ കയറുന്നു, താഴേക്ക് ഇറങ്ങുന്നു, പുറകോട്ട് ചാടുന്നു, ഛർദ്ദിക്കുന്നു, ഒച്ച വയ്ക്കുന്നു, കൂവുന്നു, വായിക്കൂടി നായിക്കൂടെയൊക്കെ ഈ പത വരുന്നു. ഇങ്ങനെയുള്ള പല പല പ്രാകൃതപ്പെട്ട പണികൾ കാണിക്കുന്നു. അപ്പം ഞങ്ങൾ ഇവനെ കാണാനായിട്ട് ചെല്ലുവാണ്. കാണാൻ ചെന്ന് കഴിയുമ്പോൾ വളരെ വിഷമമുണ്ടെങ്കിൽ പോലും ആ ജനലിലേക്ക് ചെന്നപ്പോഴത്തേക്കും ആ അധ്യാപകൻ എന്നുള്ള നിലയിലേക്ക് അവൻ കാണുവാണ്. അപ്പോഴും വേവിടിച്ചിരിക്കുമ്പോഴും അവൻ കാണുവാണ്. എന്നിട്ട് അവൻ ആ ജനലിൻ്റെ അഴികൾ പൊട്ടിച്ചിട്ട് ഞങ്ങളെ അടുത്തേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നും ആ രംഗം ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്കപ്പുറത്ത് 10-25-30 വർഷത്തോളം
ആയി കഴിഞ്ഞു. ആയി എങ്കിൽ പോലും ഇപ്പോഴും അത് മനസ്സിലിരിക്കുവാണ്. അതാണ് ഏറ്റവും വിഷമപ്പെട്ട ദുഃഖപരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നും കൂടെ ഉണ്ടാകുന്ന അനുഭവമായിരിക്കും. എന്നും കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അവൻ ആ മരിക്കുന്ന ആ രംഗമേ കാണുകയെന്ന് പറയും സഹിക്കാൻ പറ്റുന്നത്. തലയൊക്കെ തല്ലി അടിച്ച് നിലത്തടിച്ച് കൈയും കാലും ഒക്കെ ഇട്ടടിച്ച് അവൻ്റെ അച്ഛനും അമ്മയും പുറത്തിരിക്കുമെന്ന് ഓർമ്മിക്കണം. 10-12 വയസ്സ് അതൊരു പ്രശ്നമാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുക. അതും വേദനാജനകമാണ്. ഈ മുറി തുറക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അകത്തിയത് അവനെ ശുശ്രൂഷിക്കാൻ പറ്റുമോ? തൊടാൻ പറ്റില്ല. അതാണ് ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്. എൻ്റെ അവസാനത്തെ ചോദ്യം, കുടുംബം, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതൊന്ന്. വീട്ടിലിപ്പം എൻ്റെ വൈഫ് ഒരു 10 വർഷം മുമ്പ് ടീച്ചറായിരുന്നു അല്ലേ? മരിച്ചുപോയി. ടീച്ചറായിരുന്നില്ല, ടീച്ചർ അധ്യാപികയായിരുന്നു അല്ലല്ലോ? അല്ലല്ല, ആയിരുന്നില്ല. പിന്നെ ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ മകൻ്റെ കൂടുതലാണ്. മകൻ അധ്യാപകനാണ്. അതിനേക്കാൾ ഉപരി അവനൊരു ഗാനമേള ട്രൂപ്പ് സംഘടിപ്പിച്ച് നടത്തുന്നുണ്ട്. നന്നായിട്ട് പാടും. അവന് കിട്ടിയ കഥാപ്രസംഗമൊന്നും പറയുകയില്ല, പക്ഷേ പാട്ട് നന്നായിട്ട് പാടും. നല്ലൊരു അധ്യാപകനാണ്. നല്ലൊരു സ്കൂളുമാണ്. ആ സ്കൂളിന് ഒരുപാട് എത്ര മക്കളുണ്ട് മോന്? ഒരാളേ ഉള്ളൂ. എത്ര വയസ്സായി? ഒരു 45 വയസ്സ് കാണും മോന്. ഞാൻ പേരക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. പേരക്കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? പേരക്കുട്ടികളെ 2 പേരാണ് ഉള്ളത്. ആ 2 പേര്, ഒരാൾ തിരുവനന്തപുരത്തെ ജോലിയാണ്. മറ്റേ രണ്ടാമതും +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ 2 പേരും പാടും. മൊത്തത്തിൽ ഞങ്ങളുടെ കുടുംബം പാട്ട്, അതായത് ഇതിൻ്റെ ഒരു പാരമ്പര്യം കൈമാറ്റപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങളുടെ അനിയത്തിയുടെ ഇങ്ങനെയുള്ള എല്ലാവരും മക്കളും പാട്ടുകാരാണ്. സാറിൻ്റെ ഭാര്യ മരിച്ചത് ഏത് വർഷമാണ്? 10 വർഷം 2014 ഹൗസ് വൈഫ് ആയിരുന്നില്ലേ? വളരെ നന്ദി രവി സാർ, ഈ BBC യുടെ ഈ പരിപാടിയോട് സഹകരിച്ചത്. താങ്ക് യു വെരി മച്ച്.